മിസ്റ്റർ കമാൽ പക്ഷ 721 കോടി രൂപയാണ് മണ്ണുത്തി ഇടപ്പള്ളി ഈ സ്ട്രെച്ചിന് ചിലവായ തുക എന്ന് പറയുന്നത്. കണക്കുകൾ പ്രകാരം തന്നെ അതിന്റെ ഇരട്ടി 1500 കോടിയോളം പിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ വീണ്ടും പിരിക്കാനുള്ള കാലാവധി നീട്ടിക്കൊടുക്കുക കൂടി ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേകതരം പ്രിവിലേജ് ഈ ടോൾ കമ്പനിക്ക് കിട്ടുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഇതിനൊരു അവസാനം ഉണ്ടാവുക? അതാ ഇപ്പോൾ ഈ ജനങ്ങൾ മണിക്കൂറുകൾ വഴിയിൽ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പോലും സെപ്റ്റംബറിൽ ഞങ്ങൾക്ക് കൂട്ടിയേ പറ്റൂ എന്ന നിലപാട് എങ്ങനെയാണ് സ്വീകരിക്കാൻ കഴിയുന്നത്? വളരെ വലിയ ധാർഷ്ട്യമാണ് ഇവർ കാണിക്കുന്നത്. കാര്യം ഞാൻ മനസ്സിലാക്കിയത് മറ്റ് കണക്കുകൾ പ്രകാരം ഇതുവരെ, അതായത് ഈ ടോൾ പിരിവ് നിർത്തിവെക്കുന്നതിനും ഏതാണ്ട് 1 മാസം മുമ്പ് വരെ പിരിച്ചെടുത്തേക്കുന്ന കാശെന്ന് പറയുന്നത് 1773 കോടി രൂപ ഉണ്ടെന്നാണ് ഞാൻ ഒരു കണക്ക് പ്രകാരം ഞാൻ മനസ്സിലാക്കിയത്. അത് പോയിക്കോട്ടെ, അത് 1500 മേളിലാണെന്നായിരിക്കട്ടെ, ഏതായാലും 1773 കോടി രൂപ അത് തെറ്റാൻ സാധ്യതയില്ല. അപ്പൊ അത്രത്തോളം പിരിച്ചെടുത്തു കഴിഞ്ഞു. ജനങ്ങളെ പിഴിയല്ലേ? അതായത് 700 കോടി രൂപ മാത്രം ചെലവുള്ള ഒരു പ്രോജക്റ്റിന് ഇത്രയും രൂപ പിരിച്ചെടുക്കുക. അതായത് ഇത് ഈ ജനങ്ങളെ വഴിയിലെ കത്തി കാണിച്ച് അവരുടെ ഇന്ന് പണം പിടിച്ചു പറിക്കുന്നതിന് തുല്യമല്ലേ ചെയ്യുന്നത്? സർക്കാർ നേതൃത്വത്തിൽ ചെയ്യുന്ന പണിയല്ലേ? അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതുമല്ല പ്രശ്നം. ഇവിടെ മണിക്കൂറുകൾ റോഡിൽ കിടന്ന് കഷ്ടപ്പെട്ട് പോയിട്ട് ഈ ടോൾ കൊടുക്കണം. അവസാനം നിവൃത്തിയില്ലാതാണ് ഒരാൾ ഏതായാലും ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതുവരെ ടോൾ പിടിക്കരുത് എന്ന് സമീപിച്ച്. അപ്പോൾ ഏതായാലും ഹൈക്കോടതി അത് ആദ്യം ഒരുപാട് അവസരം കൊടുത്തു. വളരെ താമസിച്ചാണ് ഉത്തരവുണ്ടായത്. അതായത് ഇനി ടോൾ ഇപ്പം പിരിക്കാൻ പാടില്ല, 1 മാസത്തേക്ക് നിർത്തിവെക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അത് സെപ്റ്റംബർ 9 വരെ എങ്ങാണ്ട് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഹൈക്കോടതി ഉത്തരവിനെ ചലഞ്ച് ചെയ്ത് ഹൈക്കോടതി ഉത്തരവ് വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ഇവന്മാർ ചെയ്ത പണി എന്ന് പറയുന്നത് ബാക്കി ആ പണികളൊക്കെ അങ്ങ് നിർത്തിവെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോടുള്ള വെല്ലുവിളി അതാണ്. അതായത് നീയൊക്കെ റോഡിൽ കിടക്ക്, ഏതായാലും ടോൾ കൊടുക്കുന്നില്ലല്ലോ, നീയൊക്കെ റോഡിൽ കിടന്നാൽ മതി എന്നുള്ള ഒരു അത്രത്തോളം ഒരു ധാർഷ്ട്യമാണ് കാണിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ആ പണി നടക്കുമ്പോൾ എന്താ ഉള്ളത്? ഒരു വരിയായിട്ട് കഷ്ടപ്പെട്ട് പോണം. ഏതാണ്ട് 2-3 മണിക്കൂർ താമസമില്ലാതെ ഒരു കാരണവശാലും അവിടെ പാസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല, എന്നിട്ട് ഇതിപ്പോ സെപ്റ്റംബർ 9 വരെ നിർത്തിവെക്കുക. ഇവര് ഇനി എന്ന് പുനരാരംഭിച്ചാലും, കാരണം ഇതുവരെ ഈ 1.5 മാസം താമസം വന്നല്ലോ, അപ്പൊ അതിന്റെ ഫൈൻ അടിക്കുകയാണ് ആളുകളുടെ മേളില്. അതാണ് ഇപ്പൊ ചെയ്തു വെച്ചേക്കുന്നത്. ഈ ടോൾ നിരക്കം കൂട്ടുക. എന്ന് ഇത് ടോൾ പിരിക്കാൻ പറ്റുമോ അന്ന് മുതൽ പുതിയ നിരക്ക്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടല്ലോ, ഇത് ജനങ്ങൾ പ്രതികരിക്കേണ്ടതാണ്. കമാൽ പാഷ, ഇത് NHAയുടെ അനുമതി കിട്ടിയാൽ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നാണല്ലോ. NHA ആണല്ലോ ഈ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്ക് വേണ്ടിയിട്ട് അവിടെ പോയി വാദിക്കുകയും ചെയ്യുന്നത്. അപ്പൊ സുപ്രീം കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ എങ്ങനെയാണ് ടോൾ നിരക്ക് വർദ്ധിക്കാനുള്ള അനുമതി NHA കൊടുക്കുന്നത്? തെറ്റാണ്. കാരണം NHA ആ കേസ് പ്രതിയാണ്, എതിർകക്ഷിയാണ്. ആ കേസിനകത്ത് NHAയും ഒരു എതിർകക്ഷിയാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇത് ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, വളരെ വലിയ ധാർഷ്ട്യമാണ്. ഈ കോടതിയുടെയൊക്കെ നോക്കി പല്ലിളിച്ച് കാണിക്കുന്നതിന് തുല്യമാണ് ഇപ്പൊ ഈ ചെയ്തു വെച്ചേക്കുന്നത്. കോടതി നീയൊക്കെ അവിടെ ഇരുന്നുണ്ടോ, എന്തെങ്കിലും ഉത്തരവൊക്കെ പാസ്സാക്ക്, ഞങ്ങൾക്ക് ഇപ്പൊ അന്നില്ലെങ്കിൽ അതുപോലെ ചെയ്യും. ഇനിയിപ്പോ അതായത് ഇത് വീണ്ടും നീട്ടേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന എന്തോന്നറിയാമന്മാര് വീണ്ടും ഇത് കൂട്ടും. എന്തൊക്കെ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഒരു ധാർഷ്ട്യമാണ് ഈ കാണിക്കുന്നത്. ജനങ്ങളോടും കോടതിയോടുമുള്ള വെല്ലുവിളിയാണ് ഈ ഇടപാട്. ഇത് NHA ഒരു കാരണവശാലും ഇതിന് കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു. NHA ഇത് പെർമിറ്റ് ചെയ്യാനും പാടില്ല. കാരണം ഇത് ഒരു കമ്പനിക്ക് ഒരു കൊള്ള ലാഭം ഉണ്ടാക്കാനായിട്ട് ഇത് ഇങ്ങനെ ഈ മാർഗം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് കാര്യം. വളരെ വലിയ കഷ്ടമാണ് ഇത്. എന്റെ അഭിപ്രായത്തിൽ ഇത് ജനങ്ങൾ പ്രതികരിക്കേണ്ട ഒരു കാര്യമാണ്. ജനങ്ങൾ പ്രതികരിച്ചാൽ യുവന്മാർ ഇവിടെ നിൽക്കും. ഇല്ലെങ്കിലും ഉണ്ടല്ലോ, ഇതുപോലെ വീണ്ടും വൻ കൊള്ളയിലേക്ക് ഇത് നീങ്ങും. അതാണ് സംഭവിക്കുന്നത്.